ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിൻ്റെ വീട്ടിലാട്ടാ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻക്യുബേറ്റർ കാണാൻ പറ്റും. 6 തരത്തിലുള്ള ഇൻക്യുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ. ഇത് താറാവാണെങ്കിൽ എത്ര രൂപ പോകും? താറാവ് ഒന്നിന് ഏകദേശം 50 മുട്ട വെക്കാൻ. ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഏകദേശം 35 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് ഏകദേശം 1600 രൂപ റേറ്റ് വരുന്നത്. ഇത് വരുന്നത് 60 മുട്ടേന്റെ വരുന്നുണ്ട് അല്ലേ? ഇത് 3000 റേറ്റ് വരും. ഇതാണ് 3ാമത്തെ മോഡൽ അല്ലേ? അതെ അതെ. ഇതെങ്ങനെ സെമി ഓട്ടോമാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ പരിപാടി? സെമി ഓട്ടോമാറ്റിക് തന്നെ ജസ്റ്റ് നമ്മൾ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക്. ഇതിന്റെ കോഴിമുട്ട തിരിഞ്ഞോളൂ. ഓക്കെ. അപ്പൊ മറ്റേതില് ഓട്ടോമാറ്റിക്കലി മോട്ടർ ഉണ്ടായിരുന്നു, അപ്പൊ ഇതിന് മോട്ടർ ഇല്ല. ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല. 4ാമത്തെ ആയിട്ടാണ് 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ആണ് വരുന്നത്. മാനുവൽ ആയിട്ട് 100 വരെ വെക്കാം. ഇത് നേരത്തെ നമ്മൾ ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുത് എന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ളതല്ലേ? നേരെ വലുതാണ്. ഇതാണ് 65 കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ. ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ അല്ലേ? ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത്? ഇതിന് റേറ്റ് വരുന്നത് 3600 ആണ്. 1 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും. സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് 2300. പിന്നെ മാനുവൽ ഇൻക്യുബേറ്റർ 100 വെക്കുന്നത് 2000. ഓട്ടോമാറ്റിക് ഉണ്ട് 35 കോഴിമുട്ട വെക്കുന്നത് 3000 റേറ്റ് വരുന്നത്. പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് 40 കോഴിമുട്ട വെക്കുന്നത്. അത് റേറ്റ് വരുന്നത് 1800. ഒരു ദിവസം 2 നേരം ആക്കി കൊടുത്താൽ മതി. അങ്ങോട്ടാക്കി കഴിഞ്ഞാല് കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ടാണ് ആക്കി കൊടുക്കാം. അതെ അതെ അതെ. ഒന്ന് ഇങ്ങനെ ഡേറ്റ് 21 കൊടുക്കാം. അല്ലെങ്കിൽ കോഴി എന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കടലാസ് മനസ്സിലാണ് നല്ലത്. കോഴിമുട്ട ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എയർസെല്ല് കാണാൻ പറ്റും. ചെറുതായിട്ട് ഒരു എയർസെല്ല് കാണാൻ പറ്റും. അപ്പൊ നമ്മളെ വീട്ടിലൊക്കെ കോഴികൾക്ക് ഇപ്പൊ എത്ര മുട്ട വെക്കാൻ കഴിയും? മാക്സിമം പോയി കഴിഞ്ഞാൽ 10 മുട്ട അല്ലേ? ഇപ്പൊ ഇതുപോലെ ഒരു ഇൻക്യുബേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 60 മുട്ട വരെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വിരിയിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഇൻക്യുബേറ്റർ ആണ് ഇത്. ഇതൊരു മാനുവൽ ടൈപ്പ് ആണ്. ഇതിന്റെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, അതായത് ഫുൾ ഓട്ടോമാറ്റിക് ഒക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥലത്താണുള്ളത്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എന്റെ സുഹൃത്ത് മജീദിന്റെ വീട്ടിലാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഇൻക്യുബേറ്റർ ആണ്. ഇവിടെ 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട്, സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട്, ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ഉണ്ട്, പിന്നെ 100 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്ററുകളുണ്ട്. എൻ്റെ പേര് അബ്ദുൽ മജീദ്. എൻ്റെ വീട് വരുന്നത് മലപ്പുറം കോട്ടക്കൽ കുറുകത്താണി എന്ന സ്ഥലത്താണ്. ഞാൻ 4 വർഷമായിട്ട് ഇൻക്യുബേറ്ററിൽ നിർമ്മിച്ച് കൊടുക്കുന്നുണ്ട്. എത്ര മുട്ട വരെ വെക്കാൻ പറ്റുന്ന ഇൻക്യുബേറ്റർ? 60 കോഴിമുട്ട വെക്കുന്നുണ്ട്, 100 കോഴിമുട്ട വെക്കുന്നതൊക്കെ ഉണ്ട്. മജീദ് ഭായ്, ഇതിപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങണത് ആരൊക്കെയാണ്? ഇത് സാധാരണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻക്യുബേറ്റർ ഉപയോഗിക്കുന്നത്. നമ്മള് അതെ 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 അതെ. കോഴിക്ക് നേരത്തെ എണീറ്റ് പോകല്ലോ, അപ്പൊ എനിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലതാണ്. ഏതൊക്കെ മോഡൽ ഒന്ന് കാണിച്ചു തരായിരുന്നു? ഇതാണ് 60 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ. ഈ ഇൻക്യുബേറ്റർ എങ്ങനെയാണ് കോഴിമുട്ട വെക്കുന്നത് എന്ന് പ്രവർത്തനമാണ് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ഇതില് ന്യൂസ് പേപ്പർ വിരിക്കുക, അതിന് ശേഷം നെറ്റ് വെക്കുക, പിന്നെ കോഴിമുട്ട നിരത്തി വെക്കുക, പിന്നെ നമ്മള് ഈ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചെടുക്കുക. ഇത് നമ്മളൊരു ഈ കമ്പി നിൽക്കുന്ന അളവരെ വെള്ളം ഒഴിച്ചെടുക്കുക. കുറവിനനുസരിച്ച് കൂട്ടി കൊടുക്കുക. നമ്മളെ ഹ്യൂമിഡിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇതിൽ വെള്ളം വെക്കേണ്ടത്. പിന്നെ ചൂടിന് വേണ്ടിയിട്ട് ബൾബ് ഉണ്ട്, പിന്നെ ഇതിന് സെൻസർ ഉണ്ട്. സെൻസറാണ് ചൂട് നോക്കുന്നത്. അതെ അതെ. 2 ഫാൻ ഉണ്ട്, പിന്നെ അഡീഷണൽ റിലേ കൊടുത്തിട്ടുണ്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് റിലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വാറും കാര്യങ്ങളൊക്കെ ഇതിന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ മുട്ട വെക്കാം. കാടമുട്ട വെക്കാം, താറാവ് മുട്ട വെക്കാം, ഗിനിക്കോയിന്റെ മുട്ട വെക്കാം, എല്ലാ മുട്ട വെക്കാൻ പറ്റും. ഇത് റേറ്റ് വരുന്നത് 1600. 1600 രൂപക്കാണ് നമ്മള് ഇത് കൊറിയർ അയച്ചെടുക്കുമ്പോൾ സെപ്പറേറ്റ് അല്ലേ? കൊറിയർ അയച്ചെടുക്കുമ്പോൾ 100 രൂപ കൊറിയർ ചാർജ് വരും. പിന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്. ഇതിപ്പോ ഏറ്റവും ചെറിയ മോഡലാണ് 60 മുട്ട. 60 കോഴിമുട്ട വെക്കുന്നുണ്ട്. അതെ അതെ. ഇതാകുമ്പോ അത്യാവശ്യം നല്ല ചൂട് നിൽക്കും. പിന്നെ പറഞ്ഞ കറണ്ട് ബില്ലാവുള്ളൂ. കറണ്ട് പോലെ ഒരു 10 മണിക്കൂർ വരെയൊക്കെ ചൂട് നിൽക്കും.
ഇതിനകത്താവുമ്പോ അല്ലേ? അതെ. പിന്നെ ഇതേ മോഡൽ തന്നെയല്ലേ ഇപ്പൊ നമ്മളിത് വലുതൊക്കെ ഉള്ളത്? 100 കോഴിമുട്ട വെക്കുന്ന ഇതേ മോഡൽ പ്രവർത്തനമൊക്കെ ഇതേ മോഡൽ, പ്രവർത്തനമൊക്കെ ഇതേ മോഡൽ തന്നെ. ഒരു 2 ബൾബ് ഉണ്ടാവും. 2 ബൾബ് ഉണ്ടാവും. അതെ ഇത് ഒരു ബൾബേ ഉള്ളൂ അല്ലേ? അതെ. ഇതാണ് 100 കോഴിമുട്ട വെക്കുന്ന ഇൻക്യുബേറ്റർ. ഇതില് നമുക്ക് ഏകദേശം 100-120 കോഴിമുട്ട വരെ വെക്കാൻ പറ്റും. നമ്മളിതിൽ കോഴിമുട്ട വെക്കാന്നുണ്ടെങ്കിൽ ആദ്യം ന്യൂസ് പേപ്പർ വെക്കുക, അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക. 60 കോഴിമുട്ടയിൽ കണ്ട മരിക്കാൻ നമ്മള് കോഴിമുട്ട നിരത്തി വെക്കുക, കണക്ഷൻ കൊടുക്കുക. പിന്നെ ഇത് കണക്ഷൻ കൊടുക്കാതെ യാർഡിന്റെ അഡാപ്റ്റർ ഉണ്ട്. പിന്നെ ഇതില് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുക, ഈ കമ്പിന്റെ അളവ് വരെ വെള്ളം ഒഴിച്ചെടുക്കുക. അത്രേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതെ. ഒരു ബാറ്റ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ എടുത്തിട്ട് ക്ലീൻ ആക്കാം അല്ലേ? ക്ലീൻ ചെയ്യണം. ഇത് നമ്മള് ആദ്യം നമ്മള് നെറ്റ് എടുക്കുക, ക്ലീൻ ചെയ്യുക. പിന്നെ ന്യൂസ് പേപ്പർ ഒഴിവാക്കുക, ക്ലീൻ ചെയ്യുക. ഇവിടെ ഒരു ഇതുണ്ടല്ലോ നോട്ടീസ്, ഇതില് നോട്ടീസ് ഉണ്ട്. ഇതില് ഫുള്ള് കാര്യങ്ങളുണ്ട്, എങ്ങനെ കോഴിമുട്ട വെക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഇതിനകത്തുണ്ടാവും അല്ലേ? ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫുള്ള് അതിലുണ്ട്, എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഇത് 1 ഇയർ ഗ്യാരണ്ടി ഉണ്ടാവും. 1 ഇയർ ഗ്യാരണ്ടി ഉണ്ട് കേട്ടോ. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇതാണ് 60 കോഴിമുട്ട വെക്കേണ്ട ഇൻക്യുബേറ്റർ. ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ എല്ലാ കോഴിമുട്ടകളും കൈ തട്ടുന്ന രീതിയിൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഇതിൽ നമ്മൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കോഴിമുട്ട ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് കമ്പി വലിച്ചു കൊടുത്താൽ മതി. ഇതിന്റെ പരിപാടി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ കമ്പി ഒന്നിങ്ങനെ വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ കോഴിമുട്ട തിരിയും. അതെ. ഈ കമ്പി വലിക്കുന്നതോടുകൂടി എല്ലാ കോഴിമുട്ട തിരിയും. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുത്താൽ മതി. അതെ. ഒരു ദിവസം എത്ര വട്ടം ആക്കണം അങ്ങനെ? ഇത് നമ്മൾ ഒരു ദിവസം 2 നേരം ആക്കി കൊടുത്താൽ മതി. ഒന്ന് അങ്ങോട്ട് ആക്കി കഴിഞ്ഞാല് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങോട്ട് ആക്കി കൊടുക്കും അല്ലേ? അതെ. അപ്പൊ ഒന്ന് ഇളകിയിരിക്കും. അതെ. ഈ സെമി ഓട്ടോമാറ്റിക് ഇതിപ്പോ എന്താ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 1,800 ആണ്. ഇത് റേറ്റ് വരുന്നത് 1,600 ആണ്. ഇതിപ്പോ 60 കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബേറ്റർ, സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ ആണ്. ഇത് നമ്മുടെ ലിവർ ടൈപ്പ് ആണ്, കംപ്ലീറ്റ് വലിക്കുന്ന ടൈപ്പ് ആണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് ഓട്ടോമാറ്റിക് ഇൻക്യുബേറ്റർ, ഫുൾ ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് കോഴിമുട്ട തിരിയും. ഇതിനകത്തൊരു മോട്ടർ ഉണ്ട്. ഈ മോട്ടർ ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും ഓട്ടോമാറ്റിക് ആയിട്ട് തിരിയും. അപ്പൊ നമ്മള് മാനുവൽ കണ്ടത് ഇങ്ങനെ നമ്മള് വലിക്കുന്നത് കമ്പിയായിട്ടില്ലേ? അതെ. ഈ മോട്ടറിന് അതേ പ്രവർത്തനം തന്നെ അല്ലേ? അതെ. അങ്ങോട്ടും ഇങ്ങോട്ടോ 3 മണിക്കൂറിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്? അതെ. 3 മണിക്കൂറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ഒരു സ്വിച്ച് ഉണ്ട്, അത് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്താൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് കറങ്ങും. ഇതെങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് റേറ്റ് വരുന്നത് 3,600 ആണ് റേറ്റ് വരുന്നത്. അതെ. നമ്മള് സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഒരിക്കലും ഒരു മാർക്കറോണ് മാർക്ക് ചെയ്യരുത്. ജസ്റ്റ് കടലാസ് പെൻസിലുകൊണ്ട് മാർക്ക് ചെയ്യാം. മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഭാഗം അടയും, അവർക്ക് എയർസെല്ലൊക്കെ അടയും. അപ്പൊ വിരിയാനുള്ള ബുദ്ധിമുട്ട് പ്രശ്നമാണ്, കോഴിമുട്ട പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യത. നമ്മൾ സാധാരണ കോഴിമുട്ട മാർക്ക് ചെയ്യുന്നത് നമ്മൾ വ്യത്യസ്ത ഡേറ്റിൽ കോഴിമുട്ട വെക്കുന്നതിനും പിന്നെ പല കോഴിക്കുട്ടികളെ വെക്കാന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു കോഴിമുട്ട എടുത്തിട്ട് ഇതിന്റെ മുകളിൽ ഒന്നുകിൽ ഡേറ്റ് എഴുതി കൊടുക്കുക, ഒന്നുകിൽ ഇങ്ങനെ ഡേറ്റ് 21 എന്ന് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ കോഴി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പേര് നാടൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കടലാസ് പെൻസിലാണ് നല്ലത്. മാർക്കായിട്ട് ചെയ്യുമ്പോൾ അതിന് എയർസെല്ലിൽ അടയാള ചാൻസ് കൂടുതലാണ്. അതെ. അപ്പൊ മുട്ട വിരിയാതിരിക്കാനുള്ള കാരണങ്ങളാവും അല്ലേ? അതെ. നമുക്കിപ്പോ ഈ തെർമോകോളറിലാണോ ഇൻക്യുബേറ്റർ ചെയ്യാൻ നല്ലത്? അതെ. അതുകൊണ്ടുള്ള ഗുണം എന്താ? തെർമോകോളാകുമ്പോൾ അത്യാവശ്യം നല്ല ചൂട് നിൽക്കും, പറഞ്ഞ കറണ്ടില്ലാതെ. കറണ്ട് പോലെ ഒരു 10 മണിക്കൂർ വരെ ചൂട് കിട്ടും. പിന്നെ എല്ലായിടത്തും ചൂട് ഒരേ മരുന്ന് കിട്ടും. EPS തെർമോകോൾ എല്ലായിടത്തും ഒരേ മാർക്ക് ചൂട് കിട്ടുന്നതുകൊണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് വിരിയും.
ഇന്ന് നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കാനുള്ള പരിപാടിയാണ്. കൂട്ടിൽ നോക്കിയപ്പോ ആ കൂടെ 19 മുട്ടയേ ഉള്ളൂ. കുറച്ച് പുഴുമന്തി കൊടുത്താൽ നമ്മുടെ കഴുകനാശാത്തി ഒരു മുട്ട കൂടെ തരാമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അവള് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട്. അങ്ങനെ 20 മുട്ട റൗണ്ടാക്കി ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോകും. അടിയിൽ ഇതുപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശേഷം മുട്ടകൾ ഓരോന്നായി ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കണം. പിന്നെ മുട്ടകൾ കുറവായതുകൊണ്ട് നമ്മൾ സെന്ററിലാണ് വെച്ചു കൊടുക്കുന്നത്. പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇൻക്യുബേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. 37.5 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ചുവന്ന ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇൻക്യുബേറ്റർ നോക്കിക്കോളൂ. അതായത് നമ്മുടെ ഇൻക്യുബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ആണ് ട്ടോ. മലപ്പുറം കോട്ടക്കലുള്ള മജീദ് ഖാന്റെ കയ്യിൽ നിന്നാണ് ഇൻക്യുബേറ്റർ വാങ്ങിയത്. 4 വർഷം മുമ്പ് മൂപ്പര കയ്യിൽ നിന്ന് വാങ്ങിയ സാധാ ഇൻക്യുബേറ്റർ ആണ് ട്ടോ മുകളിൽ കാണുന്നത്. കോഴിമുട്ടിയും താറാമുട്ടിയും നമ്മൾ ഇതിൽ ഒരുപാട് തവണ വിരിയിച്ചെങ്കിലും സാധനം ഇപ്പോഴും പുലിയാണ് കേട്ടോ. ഇനി കോഴി അടയിരിക്കുന്നില്ലെന്ന പരാതി വേണ്ട. നിങ്ങൾക്ക് ഏത് മോഡൽ ഇൻക്യുബേറ്റർ എവിടേക്ക് വേണമെങ്കിലും മൂപ്പര് സെറ്റാക്കി തരും. പിന്നെ സാധനം ആവശ്യമുള്ളവർ അദ്ദേഹത്തിന്റെ വാട്സപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ. കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു 20ഓളം മുട്ടകൾ ഇൻക്യുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു. അതിന്റെ റിസൾട്ട് എന്തായെന്ന് നോക്കാം. 20 ദിവസത്തിന് ശേഷം നമ്മുടെ ഇൻക്യുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച. രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു. ഏതാണ്ട് 1 മണിക്കൂർ കൂടെ കഴിഞ്ഞ് നോക്കിയപ്പോ ദേ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻക്യുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞും കൊണ്ടേയിരുന്നു. പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും 20ൽ 13 മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട്. ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പറാണ്. റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളൂ. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ടത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ചുപേര് കമന്റ് ചെയ്തിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.